നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ദ വണ്ടർ ഇയർ സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. പൂക്കാലവും പൂവിളികളുമായി മറ്റൊരു പൊന്നോണക്കാലം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. ഒരിക്കൽ കൂടി സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് കടക്കാം പരിപാടികളിലേക്ക്. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ എത്തുമെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഒരു ചെറിയ നാടക രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു. കാണുക, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ஐயா வாங்க, அம்மா வாங்க, செட்டு பா அழகான பொம்மை. சேட்டா பொம்மை வேணுமா? சேச்சி பொம்மை வேணுமா? அழகான பொம்மை. பொம்மைமா பொம்மை, பொம்மைமா பொம்மை, பொம்மைமா பொம்மை, பொம்மைமா பொம்மை, பொம்மைமா பொம்மை. ഹായ് ഹായ്, കണ്ടില്ലേ? കാലം പോയൊരു പോക്കെ. പരിഷ്കരിച്ച് ലോകം എവിടം വരെ എത്തിന്ന് കണ്ടില്ലേ? മഹാബലിക്ക് പോലും വില പറയണ കാലായി. കഷ്ടം തന്നെ, അല്ലാതെ എന്താ പറയാ. പണ്ടൊക്കെ ചാക്യാരുടെ ചെറുപ്പത്തില് മുത്തശ്ശിയും അമ്മയും പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്. ദാനധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തിയുടെ കഥ. നിങ്ങൾക്ക് ആളുകൾക്കൊക്കെ അതൊക്കെ അറിയോന്ന നിശ്ചയില്ല ചാക്യാർക്ക്. എന്താ, നിങ്ങൾക്ക് ആ കഥ അറിയോ? ഇല്ല, മനസ്സിലായി. എന്നാ കേട്ടോളൂ. പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി. സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഭരണം. പ്രജകളെല്ലാരും വളരെ സന്തുഷ്ടർ. അങ്ങനെ മഹാബലിയുടെ പേരും പെരുമയും ജനപ്രീതിയും ഭൂമിയിലും സ്വർഗത്തിലും പരന്നു. മഹാബലിയുടെ പെരുമയിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ തന്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് വിഷ്ണു ഭഗവാന്റെ മുമ്പിലെത്തി സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ പോയാൽ ഇത് സകല ദേവന്മാർക്കും ആപത്താണെന്നും വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതിനാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലകനെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമനോദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനെന്ന് അറിയിച്ചാലും അങ്ങ് മഹാദാനശീലനല്ലേ? അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. വെറും 3 അടി മണ്ണോ? മതി രാജൻ, നാം ഈ കാൽപാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം പൂണ്ട് വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി വെക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാടി. രാജൻ, 3ാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് പറഞ്ഞാലും? ഭഗവാനെ, അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. 3ാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു.
രാജൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. തഥാസ്തു. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി.